ായ സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ പരിസ്ഥിതി ഞായറായി കൂടി വന്നിരിക്കുകയാണല്ലോ. അങ്ങ് സൃഷ്ടിച്ച ഈ മനോഹര ഭൂമിയെ കാപ്പാനും പരിപാലിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. അടിയൻ്റെ നാവിനോടും കേൾക്കുന്ന ഹൃദയങ്ങളോടും കൂടെ ഇരിക്കണമേ. ആമീൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എനിക്ക് അവസരം തന്ന അച്ഛനും കമ്മിറ്റി അംഗങ്ങളോടും നന്ദി പറയുന്നു. മധ്യ കേരള മഹായിടവകയായി ഇന്ന് നമ്മൾ പരിസ്ഥിതി ഞായറായി ആഘോഷിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പരിസ്ഥിതി സൗഹൃദ ഇടവകകൾ. ദൈവത്തിൻ്റെ സൃഷ്ടിയെ പരിപാലിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നാണ്. നാം ഭൂമിയെ പരിപാലിക്കുമ്പോൾ നാം സൃഷ്ടാവിനെ ബഹുമാനിക്കുന്നു. പരിസ്ഥിതി ഞായറാഴ്ച ആചരണങ്ങളിലൂടെ ഇടവകൾ പരിസ്ഥിതി സൗഹൃദ ഇടവകകളായി ആക്കുവാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ഓതറയിലെ ഈക്കോ സ്പിരിച്വാലിറ്റി സെൻറ്റർ ഒരു മാതൃകാ സെൻറ്ററാണ്. പഠനത്തിൻ്റെയും പരിവർത്തനത്തിൻ്റെയും ഒരു വിളക്കുമാടം. നമ്മുടെ സംരംഭങ്ങൾ പുതിയ തലമുറയെ സഭാ നേതാക്കളായി രൂപപ്പെടുത്തുന്ന പരിസ്ഥിതി ദൈവശാസ്ത്ര ക്ലാസസ്. വിദ്യാർത്ഥികൾക്ക് ചെറുപ്പത്തിൽ തന്നെ പാരിസ്ഥിതിക അവബോധം നൽകുവാൻ സഹായിക്കുന്ന ശില്പശാലകൾ. മൂന്നാമതായി, ഗ്രീൻ അംബാസഡർ പ്രോഗ്രാമിലൂടെ പരിസ്ഥിതി സംരക്ഷിക്കാൻ യുവാക്കളെ ശാക്തീകരിക്കുന്നു. ഗ്രീൻ സ്കൂൾ ഇനിഷ്യേറ്റീവിലൂടെ ക്യാമ്പസുകളെ പരിസ്ഥിതി സൗഹൃദ ഇടങ്ങളായി മാറ്റുന്നു. സുസ്ഥിരമായ രീതികൾ മാതൃകയാക്കുന്ന സ്കൂളുകൾ, ഇടവകകൾ, കർഷകർ, വീടുകൾ എന്നിവയ്ക്ക് ഗ്രീൻ അവാർഡുകൾ നൽകുന്നു. കലാമത്സരങ്ങൾ, ഈക്കോ ഡാൻസ്, ഈക്കോ സോങ്, ഈക്കോ പോയം തുടങ്ങിയവയിലൂടെ ഹൃദയങ്ങളെ ഉണർത്തുന്നു. കാർബൺ ന്യൂട്രൽ പാരീസ് പ്രോജക്റ്റിലൂടെ ഊർജം സംരക്ഷിക്കുന്നതിനുള്ള ധീരമായ ചുവടുകൾ നാം ഏറ്റെടുക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പങ്കാളിത്തവും നിങ്ങളുടെ ആവേശവും ഞങ്ങൾക്ക് ആവശ്യമാണ്. അതിനായി 4 പ്രധാനപ്പെട്ട ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, സൃഷ്ടിയുടെ ഞരക്കം. സൃഷ്ടി നമ്മോട് നിലവിളിക്കുന്നു. സൃഷ്ടി നീതിക്കായി യാചിക്കുന്നു. നാം ആ നിലവിളി കേൾക്കുവാൻ തയ്യാറാകുമോ? പ്രകൃതിക്ക് മനുഷ്യനില്ലാതെയും ജീവിക്കാൻ കഴിയും. പക്ഷെ മനുഷ്യന് പ്രകൃതിയില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല. ഒരു ആഗോള പ്രതിസന്ധി തന്നെയാണ് ഈ പ്രകൃതിയുടെ നരക്കം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മോട് പറയുന്നു, സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടു കൂടി ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. For we know that the whole creation has been groaning together in the pains of childbirth until now. ഈ നരക്കം ഇനി മറഞ്ഞിരിക്കുന്നില്ല. അത് ദൃശ്യമാണ്, അത് കേൾക്കാവുന്നതാണ്, അത് ഹൃദയഭേദകമാണ്. ലോകമെമ്പാടും ഭൂമിയുടെ മുറിവുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിലും ഉയരുന്ന കടൽ തീരദേശ വീടുകളെ വിഴുങ്ങുകയാണ്. തലമുറകളായി കടൽ തീരത്ത് ജീവിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഭൂമിയും ഉപജീവന മാർഗവും നഷ്ടപ്പെടുന്നു. പസഫിക് ദ്വീപുകളിൽ കിരിമ്പാത്തിയും ടുവാലും പോലെയുള്ള രാജ്യങ്ങൾ ഉയർന്ന തിരമാലകൾക്കിടയിൽ അപ്രത്യക്ഷമാവുകയാണ്. ജനങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി തുടങ്ങിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളായ സുന്ദർബൻസ് ഓരോ വർഷവും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ദശലക്ഷക്കണക്കിന് ആളുകളെ വെള്ളപ്പൊക്കത്തിനും കൊടുങ്കാറ്റിനും ദുർബലരാക്കുന്നു. ആഫ്രിക്കയിൽ 20 ദശലക്ഷത്തിലധികം ആളുകൾ പട്ടിണി നേരിടുന്നു. അവർ മണ്ടന്മാരോ വിഡ്ഢികളോ ആയതുകൊണ്ടല്ല. ആകാശത്തിൻ്റെ നിശബ്ദതയാണ് ഇതിനു കാരണം. മഴ പെയ്തില്ല, നദികൾ വറ്റി, വിളകൾ നശിച്ചുപോയി. ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിളിക്കപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ കന്നുകാലി വളർത്തലിനായി വലിയ തോതിൽ വനങ്ങൾ കത്തിക്കുകയാണ്. ആമസോൺ ഒരു നിർണായക ഘട്ടം കടന്നു പോയാൽ അത് തകരും. അതോടൊപ്പം
ഭൂമിയുടെ കാലാവസ്ഥ വ്യവസ്ഥയും. സൗത്ത് യൂറോപ്പിൽ കഠിനമായ ഉഷ്ണതരംഗങ്ങളും കാട്ടുതീയും ഒലിവ് തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും നിറഞ്ഞ പ്രദേശങ്ങളെ കരിച്ചു കളഞ്ഞു. ഇറാഖിൽ ഒരിക്കൽ നാഗരികതയുടെ കളിത്തൊട്ടിലിന് ജലം നൽകിയിരുന്ന ടൈഗ്രിസ്, യുഫ്രേറ്റസ് നദികൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ അപ്രത്യക്ഷമാവുകയാണ്. കാലിഫോർണിയയിൽ നീണ്ട വരൾച്ചയും വർദ്ധിച്ചു വരുന്ന താപനിലയും കാരണം കാട്ടുതീ ആളിക്കത്തി പട്ടണങ്ങളെ മുഴുവൻ വിഴുങ്ങുന്നു. വയനാട്ടിലും ഇടുക്കിയിലും നിയന്ത്രിതമായ വികസനം വന നശീകരണവും മൂലം മണ്ണിടിച്ചിൽ വീടുകളും സ്കൂളുകളും പള്ളികളും തുടച്ചു നീക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഭൂമിയുടെ ഒരു കോണും സുരക്ഷിതമല്ല. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കപ്പെടുന്ന കേരളം പോലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെയിൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കണ്ണിയെങ്കിലും വീക്കാണെങ്കിൽ ആ മുഴുവൻ ചെയിനും വീക്കാവുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയും. രണ്ടാമതായി, ആരാണ് ഉത്തരവാദി? ഈ പൊല്യൂഷനെല്ലാം ആരാണ് ഉത്തരവാദി? പ്ലാവാണോ? റംബൂട്ടാനാണോ? പുലിയോ കടുവയാണോ? അല്ല, മനുഷ്യൻ്റെ അത്യാഗ്രഹമാണ് ഈ കാലാവസ്ഥ മാറ്റം. കാലാവസ്ഥ മാറ്റം ഒരു സ്വാഭാവിക പ്രതിഭാസമല്ലേ എന്ന് ചിലർ ചോദിച്ചേക്കാം. എന്നാൽ ശക്തമായ ശാസ്ത്രീയ തെളിവുകൾ പിന്തുണയ്ക്കപ്പെടുന്ന സത്യം ഇതാണ്: മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ് ഇതിനു കാരണം. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗമാണ് വലിയ നിരക്കിൽ കാലാവസ്ഥ മാറ്റത്തെ ത്വരിതപ്പെടുത്തിയിരിക്കുന്നു. നൂറ്റാണ്ടുകളായി സമ്പന്ന രാഷ്ട്രങ്ങൾ, ഡെവലപ്ഡ് നേഷൻസ്, കോടിക്കണക്കിന് ടൺ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പമ്പ് ചെയ്യുകയും ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തകർത്ത് തങ്ങളെ തന്നെ സമ്പന്നരാക്കുകയും ചെയ്തു. ഇന്ന് രാഷ്ട്രീയ നേതാക്കൾ അനന്തമായി വാദിക്കുമ്പോൾ ആദ്യം കൂടുതൽ കഷ്ടപ്പെടുന്നത് പാവപ്പെട്ടവരായ കർഷകർ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരാണ്. ഇതൊരു പാരിസ്ഥിതിക പ്രശ്നം മാത്രമല്ല, ഇതൊരു നീതിയുടെ പ്രശ്നമാണ്. ഇതൊരു ആത്മീയ പ്രശ്നമാണ്. സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നു: ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യനും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. നാം ദൈവത്തോടൊപ്പം സൃഷ്ടിപാലനത്തിൽ പങ്കാളികളായി തീരുക. മൂന്നാമതായി, താളം പുനഃസ്ഥാപിക്കുക. തുടക്കത്തിൽ ദൈവം സ്നേഹത്തോടും കരുതലോടും ജ്ഞാനത്തോടും ഈ ലോകത്തെ സൃഷ്ടിച്ചു. സങ്കീർത്തനം 104 നമ്മളിവിടെ വായിച്ച് കേട്ടുവല്ലോ. അതിൻ്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ പാടുന്നു: യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയെ ഒക്കെയും സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. ദൈവം സൃഷ്ടിയെ മനോഹരവും പരസ്പര ബന്ധിതവുമായി ഒരു ജൈവ ചെങ്ങലയായി നെയ്തിരിക്കുകയാണ്. പർവ്വതങ്ങൾ വന്യജീവികൾക്ക് വാസസ്ഥലം ഒരുക്കുന്നു. നദികൾ ഭൂമിയെ പോഷിപ്പിക്കുകയും മത്സ്യങ്ങളെയും മനുഷ്യരെയും നിലനിർത്തുകയും ചെയ്യുന്നു. മരങ്ങൾ തണലും അഭയം എണ്ണമറ്റ പക്ഷികൾക്ക് വീടുകളും നൽകുന്നു. സൂര്യനും ചന്ദ്രനും ഋതുക്കളെയും ജൈവിക താളത്തെയും നിയന്ത്രിക്കുന്നു. സൃഷ്ടിയുടെ ഓരോ ഭാഗവും ദൈവത്തിൻ്റെ രൂപകൽപ്പനയ്ക്ക് അനുസരിച്ച് നൃത്തം ചെയ്യുന്നു. ഉൽപ്പത്തി 2:15 ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. അവിടെ കൃഷി ചെയ്യുവാനും പരിപാലിക്കാനുമായി നിയമിക്കപ്പെട്ട മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്ത് ദുരുപയോഗപ്പെടുത്തി ദൈവിക താളം തെറ്റിച്ചു. നാം വനങ്ങളെ ഭയാനകമായ തോതിൽ വെട്ടി നശിപ്പിക്കുകയും നദികളെയും സമുദ്രങ്ങളെയും വിഷലിപ്തമാക്കി നിയന്ത്രണമില്ലാത്ത ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചു. ആയിരക്കണക്കിന് ജീവവർഗങ്ങളെ വംശനാശത്തിലേക്ക് നയിച്ചു. യെശയ്യാവ് 24:5 നമ്മെ താക്കീത് ചെയ്യുന്നു: ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടത്തെ മറിച്ച് നിത്യനിയമത്തിനു ഭംഗം വരുത്തിയിരിക്കുന്നു.
The earth lies defiled under its inhabitants, for they have transgressed the laws, violated the statutes, and broken the everlasting covenant. നാം വിതച്ചതിൻ്റെ ഫലം കൊയ്യുകയാണ്. മാനസാന്തരപ്പെടുക, അനുരഞ്ജനം ചെയ്യുക, പുനഃസ്ഥാപിക്കുക. Repent, reconcile and restore എന്നിവയായിരിക്കണം. നമ്മുടെ പ്രതികരണം മാനസാന്തരത്തിൻ്റെയും നവീകരണത്തിൻ്റെയുമാണെന്ന് തിരിച്ചറിയണം. നാലാമതായി, മാനസാന്തരപ്പെടുക. ഒരു സത്യസന്ധമായ ഏറ്റുപറച്ചിലിലൂടെ നമുക്ക് മാനസാന്തരം ആരംഭിക്കാം. നാം പാപം ചെയ്തു, പരസ്പരം മാത്രമല്ല ദൈവത്തിൻ്റെ സൃഷ്ടിക്കെതിരെയും എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകണം. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം 51:10 പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. മാനസാന്തരം എന്നാൽ ഖേദം തോന്നുക മാത്രമല്ല, പിന്നെയോ നമ്മെ തന്നെ പ്രവൃത്തി തെറ്റാണെന്ന് മനസ്സിലാക്കി ജീവിത രീതി മാറ്റുന്നതുമാണ്. പ്രകൃതിയോട് അനുരഞ്ജനപ്പെടുക എന്നാൽ നാം നമ്മെ തന്നെ യജമാനമായിട്ടല്ല, സഹജീവികളായി നദികൾക്കും മരങ്ങൾക്കും പർവ്വതങ്ങൾക്കും മൃഗങ്ങൾക്കും സഹോദരന്മാരായി കാണണം. റോമർ 8:19 പ്രഖ്യാപിക്കുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരോട് വെളിപ്പെടാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി നിങ്ങളെയും എന്നെയും കാത്തിരിക്കുന്നു. വെളിപ്പെടാൻ, വിശ്വസ്തമായി ജീവിക്കാൻ, ഉപഭോഗത്തെക്കാൾ അനുകമ്പ തിരഞ്ഞെടുക്കാൻ, ആഡംബരത്തെക്കാൾ ലാളിത്യം തിരഞ്ഞെടുക്കാൻ, പുനഃസ്ഥാപിക്കുകയും പുതുക്കുകയും ചെയ്യുക. നമ്മുടെ വിശ്വാസം പ്രവൃത്തികളിൽ ഫലം പുറപ്പെടുവിക്കണം. ചെറിയ പ്രവൃത്തികളിലൂടെ നമുക്കത് സാധിക്കും. ഓരോ മരവും പ്രത്യാശയുടെ ഒരു ഗീതമാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് മരങ്ങൾ നടാം. ഓരോ തുള്ളി ജലവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഴവെള്ളം നമ്മുടെ കിണറുകളിലേക്ക് ഒഴുക്കിവിടുക. പുനരുപയോഗ ഊർജം ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ വീടിനെ സൂര്യൻ്റെയും കാറ്റിൻ്റെയും താളത്തിന് അനുസൃതമാക്കുക. പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ച് കൊണ്ട് ലാളിത്യത്തെ വിലമതിക്കുക. പ്രാദേശിക കർഷകരെ പിന്തുണയ്ക്കപ്പെടുന്ന നടപടികൾ സ്വീകരിക്കുക. അവരെ ആദരിക്കുക. മറ്റുള്ളവരെ ബോധവൽക്കരിക്കുന്നതിനായി അവബോധന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. അവബോധനത്തിൻ്റെ വിത്തുകൾ അവരുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കുക. അതിന് പ്രചോദനമാകുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ CSI സഭയിൽ തന്നെയുണ്ട്. മധുരവേലിയിലെ CSI പള്ളി ലാഭഭേജയില്ലാതെ കാര്യവിചാരകത്വത്തിനായി ഇടവക്കാർ ഒത്തുചേർന്ന് ഒരു ജൈവ നെൽകൃഷി പദ്ധതി ആരംഭിച്ചു. നമ്മുടെ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കുശിച്ചെറിയാൻ സ്വന്തം വീട്ടുമുറ്റത്ത് ജൈവ കൃഷി ചെയ്യുകയും മത്സ്യകൃഷി നടത്തുകയും ചെയ്യുന്നു. ഒരു മാതൃക കാട്ടുന്നു. ഇവ ഒറ്റപ്പെട്ട പ്രവൃത്തികളല്ല, അവ പരിവർത്തനത്തിൻ്റെ അലകളാണ്. നിങ്ങൾക്കും മാറ്റത്തിൻ്റെ നദിയിലേക്ക് നിങ്ങളുടെ ഓളം ചേർക്കാം. സൗകര്യമുള്ള വീടുകൾ സോളാർ പാനൽ വെച്ച് റിന്യൂവബിൾ എനർജി ഉപയോഗിക്കണം. സാധ്യമായ ഇടങ്ങളിൽ സൗരോർജന വാഹനങ്ങളിലേക്ക് മാറുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിനായി പച്ചക്കറികൾ കൃഷി ചെയ്യുക. നിങ്ങളുടെ ഇടവകളിൽ പരിസ്ഥിതി അവബോധന പരിപാടികൾ സംഘടിപ്പിക്കുക. ഓരോ ഇടവകയും ഒരു പൂന്തോപ്പായി മാറട്ടെ. ഓരോ പള്ളിയുടെ വളപ്പും ജീവൻ്റെ വിശുദ്ധ സ്ഥലമാകട്ടെ. നമ്മുടെ ഇടവകകൾ മാലിന്യ കൂമ്പാരമാകാതെ പൂന്തോപ്പാക്കുക. പ്രിയ വിദ്യാർത്ഥികളെ, പ്രിയ ഇടവകക്കാരെ, നമുക്ക് ധീരമായി സ്വപ്നം കാണാം. കാറ്റിൽ മരങ്ങൾ ആടുന്നു. പക്ഷികൾ സ്വതന്ത്രമായി കൂടുണ്ടാക്കുന്നു. കുട്ടികൾ മലിനീകരണ ഭയമില്ലാതെ കളിക്കുന്നു. നദികൾ ശുദ്ധവും തെളിഞ്ഞതുമായി ഒഴുകുന്നു. എന്നിങ്ങനെ ഇടങ്ങളെക്കുറിച്ച് നമുക്ക് സ്വപ്നം കാണാം. ആരാധന ശുശ്രൂഷകളിൽ കുറ്റബോധമല്ല, നന്ദിയുടെ പ്രതിധ്വനികൾ ഉണ്ടാകുന്നു.
സങ്കീർത്തനം 96:11 മുതൽ 12 വരെ പ്രഘോഷിക്കുന്നത് പോലെ. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ച് ഘോഷിക്കും. സൃഷ്ടിയുടെ ഗീതം നമ്മൾ നശിപ്പിക്കരുത്. നമുക്കതിൽ പങ്കുചേരാം. പ്രിയപ്പെട്ടവരെ, കാലാവസ്ഥ മാറ്റത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ അനുഭവിക്കുന്ന ആദ്യത്തെ തലമുറയാണ് നമ്മുടേത്. ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും മോശമായ പ്രത്യാഘാതങ്ങളെ തടയാൻ ശേഷിയുള്ള അവസാനത്തെ തലമുറയും. സുവിശേഷത്തിൽ വേരൂന്നിയവർ, നീതിക്ക് പ്രതിബദ്ധതയുള്ളവർ, സന്തോഷത്തോടെ സേവിക്കുന്നവർ, പ്രത്യാശതയിൽ ധീരതയുള്ളവർ എന്നിങ്ങനെ വിശ്വാസത്തിൻ്റെ ഹരിത തലമുറയായി ഉയരാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നിരാശയിൽ നിന്ന് പ്രവർത്തനത്തിലേക്കും കുറ്റബോധത്തിൽ നിന്ന് കൃതജ്ഞതയിലേക്കും നിസ്സംഗതയിൽ നിന്ന് സ്നേഹത്തിലേക്കും നമുക്ക് നീങ്ങാം. ദൈവത്തിൻ്റെ തോട്ടം പുനർനിർമ്മിക്കാൻ നമുക്കും നമ്മുടെ കൈകളും ജീവിതവും ഉയർത്താം. നമ്മുടെ ഇടവകകൾ സൃഷ്ടി വീണ്ടും പാടുന്ന സ്ഥലങ്ങളായി മാറട്ടെ. നമുക്ക് സൗമ്യമായി നടക്കാം, വിവേകത്തോടെ ജീവിക്കാം, ധീരമായി പ്രവർത്തിക്കാം. ദൈവത്തിൻ്റെ കോസ്മിക് സിംഫണിയുടെ താളത്തിനനുസരിച്ച് നമുക്ക് വീണ്ടും നൃത്തം ചെയ്യാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.